ഉണ്ടാക്കാതെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവത്തില്ല. നാളെ ആ മുത്തരാജനും മുരുകനും വരുമ്പോ അവര് കാശ് എവിടെ നിർത്തി കൊടുക്കും? എനിക്കറിയത്തില്ല മായ. വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ല, ഇനി എങ്ങോട്ടാന്ന് കൂടി പറ. വെളിച്ചിന് വീട്ടിലോട്ട് പോയാലോ? ഞാൻ അവിടേക്ക് വരില്ല. വെറുതെ എന്തിനാ അവരെ കൂടി പറയിപ്പിക്കുന്നത്? വെളിച്ചിന് അവിടെ ഇല്ലാത്തല്ലേ, നീ വാ മായ. വിട, ഞാൻ ഇല്ലെന്നല്ലേ പറഞ്ഞേ. പിന്നെ എവിടെ പോണാ നിന്റെ തീരുമാനം? എല്ലാം സ്വയം വരുത്തി വെച്ചതല്ലേ, എങ്ങോട്ടാ പോയേണ്ടത് കൂടി ആലോചിക്ക. അണ്ണാ, ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. സ്ഥലവും സൗകര്യങ്ങളൊക്കെ കുറവാണെങ്കിലും എനിക്കൊരു കൊച്ചു വീടുണ്ട്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വരാം. നിങ്ങൾ വരുന്ന എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആദ്യം നമുക്ക് വീട്ടിൽ പോകാം, പിന്നെ എന്താ വേണ്ടതെന്ന് ആലോചിക്കാം. അതൊന്നും വേണ്ട, ശരിയാകത്തില്ല. പിന്നെ എവിടെ പോകാനണ്ണ? വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാതെ അണ്ണനും മായേട്ടെത്തിയും പോവാ. അല്ലെങ്കിൽ ഞാൻ ഭാവന സിസ്റ്റർ വിളിക്കട്ടെ? അതൊന്നും വേണ്ട, ഭാവന അറിഞ്ഞ എന്നെ വഴക്കുറയത്തുള്ളൂ. അപ്പൊ അതറിയാല്ലേ? എന്തായാലും വാ മായ, അങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് രമേശിന്റെ വീട്ടിലോട്ട് തന്നെ പോവാം, നീ വാ. പോമായിട്ടെത്തി വീട്ടിലേക്ക് പോവാം. വെറുതെ ഇവിടെ നിന്ന് പ്രശ്നം വഷളാക്കണ്ട. അതെ മായ, തൽക്കാലം നമുക്കിന്ന് രമേശിന്റെ വീട്ടിൽ കഴിയാം. ആവശ്യമില്ലാതെ വാശി പിടിക്കണ്ട. ഇവിടുത്തെ അവസ്ഥ നീയും കണ്ടതല്ലേ. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. വാണ, കുറച്ചടുത്താ, നമുക്ക് നടക്കാന്നേ ഉള്ളൂ. ആ രമേശൻ വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോഴെങ്കിലും ആ സേതു സത്യം പറയുമായിരുന്നു. എന്തു വലിയ ചതി അവൻ എന്നോട് ചെയ്തത്. അമ്മ ആരെല്ലാം സംശയിച്ചു? ഞാൻ എടുത്തു വരെ പറഞ്ഞില്ലേ? ഇത് മായേച്ചി കൂടെ അറിഞ്ഞോണ്ടുള്ള കാര്യം തന്നെ അമ്മേ. മായേച്ചി ഇതിനൊന്നും കൂട്ടു നിൽക്കില്ല ബാമേച്ചി. ഇത് സേതുവേട്ടൻ ആരും അറിയില്ല എന്ന് വിചാരിച്ച് ചെയ്തതാ. പിന്നെ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യാൻ പോയത്? അമ്മയോട് ഒരു വാക്ക് പറഞ്ഞാ പോരായിരുന്നോ? അല്ലെങ്കിൽ നമ്മളോട് ആരോടെങ്കിലും പറയാൻ പാടില്ലായിരുന്നോ? നമുക്ക് ഭാവനേച്ചി വിളിച്ചെന്ന് പറഞ്ഞാലോ? വേണ്ട, ഇനി ഈ രാത്രി ആ പെണ്ണിനെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കണ്ട. ഇല്ലെങ്കിലേ ഭാവനയ്ക്ക് റെസ്റ്റ് കൊടുക്കുന്നില്ല എന്നുള്ള പരാതിയാ ജയനിർമ്മലയ്ക്ക്. നാളെ സൂര്യേട്ടനും ഭാവനിച്ച് വരുമ്പോ എന്തായാലും അറിയില്ലേ അമ്മേ? അതന്നേരമല്ലേ. ഇപ്പൊ ഈ പാതിരാത്രിക്ക് എന്തായാലും അവളൊന്നും അറിയണ്ട. അമ്മേ, എന്റെ മനസ്സ് പറയുന്നു മായേച്ചി ഒന്നും അറിഞ്ഞു കാണില്ല എന്ന്. അത് നീയാണോ തീരുമാനിക്കുന്നത്? മായേച്ചിക്കും കൂടി ഇഷ്ടപ്പെട്ട വീടിന് അഡ്വാൻസ് കൊടുക്കുമ്പോ മായേച്ചി അറിയാതിരിക്കോ? അത് ശരിയാ, എന്തായാലും മായച്ചോട് പറഞ്ഞിട്ടുണ്ടാവും. ഭാനു പറഞ്ഞതുപോലെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ചിലപ്പോ മായേച്ചി നിരപരാധിയാണെങ്കിലോ? ഈ രാത്രി അവരിനി എവിടെ പോകുന്ന ഞാൻ ആലോചിക്കുന്നത്. ഓ, അക്കാര്യത്തിൽ നീ വിഷമിക്കണ്ട. സ്വന്തം ഭർത്താവിനോടൊപ്പല്ലേ മായേച്ചി പോയിരിക്കുന്നത്. അവർക്കറിയാം എന്താ വേണ്ടേന്ന്. ഭാമേച്ചി എന്താ ഇങ്ങനെ ആയി പോയത്? നിമിഷ നേരം കൊണ്ടാണല്ലോ സ്വഭാവം മാറുന്നത്. അതെ, ഞാൻ ഇങ്ങനെ തന്നെയാ. കൂടെ നിന്നിട്ട് സ്വന്തം കാര്യം മാത്രം നോക്കുന്നവരെ പറ്റി പിന്നെ ഞാൻ എന്താ പറയണ്ടേ? നീ ഇങ്ങനെ നെറുകേട് കാണിച്ചാലും ഞാൻ ഇങ്ങനെ തന്നെ പറയും. ഒന്നും മിണ്ടായിരിക്കോ? ബാക്കിയുള്ളവരുടെ ചെവിതല കേൾക്കണം. നാളെ ആ മുത്തരാജും മുരുകനും വരുമ്പോ എന്താ പറയണ്ടെന്നാ ഞാൻ ആലോചിക്കുന്നത്. അത് വേണോ ആലോചിക്കാൻ? ഞാനും അതേക്കുറിച്ച് അമ്മ ആലോചിക്കുന്നേ. അങ്ങനെയാണെങ്കിൽ സൂര്യേട്ടനോടെങ്കിലും ഈ വിവരം അറിയിക്കണമെന്നാ എന്റെ അഭിപ്രായം. സൂര്യേട്ടനല്ലേ അവരോട് വരാൻ പറഞ്ഞത്? അത് ശരിയമ്മേ, എന്തുകൊണ്ടാ ഈ ഒരു അറിയിക്കാത്തതും ചോദിക്കില്ലേ? അതിപ്പോ സൂര്യമോനെ വിളിച്ച് പറയുമ്പോ ഭാവന അറിയത്തില്ലേ? ഒരല്പം സമാധാനത്തോടെ അവരവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ.
നാളെ ഇനി എന്തൊക്കെയാണോ എന്തോ നടക്കാൻ പോകുന്നത്. ആരാണ് ഈ ഇടപാട് തിരിച്ചെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആ വഴി നോക്കായിരുന്നു. അയ്യോ, അവൻ ആരായാലും വെറുതെ വിടരുത് ഭരത്തെ. നമ്മുടെ എല്ലാം പ്രതീക്ഷകളാ അവൻ തകർത്തത്. ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ വരും. ആദ്യം നാളത്തെ കാര്യത്തിനൊരു പരിഹാരം കാണാൻ നോക്ക്. മാറു മക്കളെ. വാണ് വാ. ഇതാണ് എൻ്റെ കൊച്ചു വീട്. തൽക്കാലം നിങ്ങൾക്ക് ഇവിടെ കഴിയാം. നാളെ തന്നെ എന്തായാലും ഒരു തീരുമാനം ഉണ്ടാവുമല്ലോ. വാ അണ്ണ, വാ, ഞാൻ ബാഗ് പിടിക്കാം. വാ വാ മായിട്ട് വരൂ. വാ അണ്ണ. ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ അവിടെ കിടന്നിട്ട് കുഴപ്പമില്ല. സൗകര്യങ്ങളൊക്കെ തീരെ കുറവാ. ഞാൻ ഇവിടെ നിന്നെല്ലാം മാറ്റിത്തരാം. അണ്ണനുമായിട്ടെത്തി ഇവിടെ കിടന്നോ, ഞാൻ വിളിക്കിടന്നോ? എടാ അത് വേണ്ട. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ ഞാൻ കാശെടുത്ത് മറിച്ചത്. ഞാൻ അറിഞ്ഞു അഡ്വാൻസ് മേടിച്ച് കാശ് തിരിച്ചു വയ്ക്കാൻ വരുമെന്ന്. അണ്ണാ, നിയമപ്രകാരം പോയാൽ അഡ്വാൻസ് കൊടുത്ത കാശ് കുറച്ച് വിഷമപ്പെടുത്തിയിട്ടേ അവര് തിരിച്ചു തരൂ. പക്ഷെ ഇവിടെ അതല്ല പ്രശ്നം. അണ്ണ ആരോടും പറയാതെ കാശെടുത്ത് കൊടുത്തതാ. ഞാനൊരു അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടിയല്ലേ കാശെടുത്ത് കൊടുത്തത്. സേതുട്ടാ, ആരിനി എങ്ങനെയൊക്കെ സേതുട്ടാ ന്യായീകരിച്ചാലും ഞാൻ ന്യായീകരിക്കത്തില്ല. അത്ര വലിയ തെറ്റാ സേതുട്ടൻ ചെയ്തത്. ഇതിനെയാണ് മോഷണം എന്ന് പറയുന്നത്. മായേ, എന്താ ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റ്? അണ്ണ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അമ്മയുടെ വസ്തുവിന് അഡ്വാൻസ് കിട്ടിയ കാശെന്നേ എന്നോട് പറഞ്ഞുള്ളൂ. അതൊക്കെ ശരി തന്നെ. പക്ഷെ സേതുട്ടൻ എങ്ങനെയാ കാശ് കിട്ടിയെന്ന് മാത്രം രമേശിനോട് പറഞ്ഞില്ല. ഞാനപ്പോ സത്യം പറഞ്ഞ രമേശൻ തന്നെ പറയാം അഡ്വാൻസ് കൊടുക്കണ്ടെന്ന്. അതാ ഞാൻ പറയാത്തത്. മാത്രല്ല, ഞാൻ ആ കാശ് അമ്മയോട് ചോദിച്ചാല് അപ്പൊ മറ്റുള്ളവർക്കും ആ കാശിന് ആവശ്യം വരും. അങ്ങനെ വരുമ്പോ അമ്മ ആർക്കും അത് കൊടുക്കത്തില്ല. അതാ പിന്നെ ഞാൻ ചോദിക്കാടുത്ത്. പിന്നെ സ്വന്തം അമ്മയുടെ അലിമാരിൽ നിന്നും മക്കൾ കാശെടുക്കുന്ന മോഷണമായിട്ട് കൂട്ടണ്ട. എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. സേതുട്ടനായിട്ട് എന്നെ കൂടി കള്ളിയാക്കിയില്ലേ? അമ്മയും മാമയും കൂടി എന്തൊക്കെയാ പറഞ്ഞ്? സന്ദർഭം വരുമ്പോ പറയാനുള്ളതെല്ലാം പറയും മായിട്ടെത്തി. എന്തായാലും എല്ലാം ഒന്ന് കലങ്ങി തെളിയണം, എന്നാലേ ശരിയാവൂ. നിങ്ങൾ ഇവിടെ ഇരിക്കെ, ഞാൻ എന്തെങ്കിലും കഴിക്കാൻ മാറ്റില്ല. വേണ്ട രമേശ. കുഴപ്പമില്ല, അവിടെ ഇരിക്കും.